ഏവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ +1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. ഇപ്പൊ ഏകദേശം കുട്ടികളെല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞ് കാണും. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. ഇന്ന് വരുമെന്നുള്ളത് കൃത്യമായിട്ട് അത് വരികയും ചെയ്തു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് അടുത്ത സ്റ്റേജിലോട്ട് പോകേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പല കുട്ടികളും ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനിൽ വിളിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ മാർക്ക് വെച്ചുകൊണ്ട് നമുക്ക് ജയിച്ചോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഇത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും മാർക്ക് കുറവുള്ളവർക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽ അതിനുള്ള ഫീസും കാര്യങ്ങളും ഒക്കെയാണ്. അത് മറക്കാതെ വേണ്ടവർ ചെയ്യണം. അത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളും എയ്ഡഡ് സ്കൂളിലെ കുട്ടികളാണെങ്കിൽ നമ്മളതിന് ഫോമൊക്കെ ഇപ്പോൾ സ്കൂളിൽ കാണും. ഫോമും പിന്നെ അതിന്റെ വേണ്ട ഫീസും കൂടി സ്കൂളിൽ കൊണ്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ബട്ട് അൺഎയ്ഡഡിലെ കുട്ടികളാണെങ്കിൽ ഇപ്പൊ നമുക്കിത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനൊക്കെ പറ്റും കേട്ടോ. +1 ഡബിൾ വാല്യുവേഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനൊക്കെ റിവാലുവേഷനൊക്കെ ഉള്ള ഇതുണ്ട്, സംഭവമുണ്ട്. സെക്കൻഡ് ഇയറിനാണ് റിവാലുവേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഇല്ലാത്തത്. പക്ഷെ ഫസ്റ്റ് ഇയറിനുണ്ട്. അപ്പോൾ മാർക്ക് കുറവുള്ളവര് റിവാലുവേഷൻ ആണെങ്കിൽ 500 രൂപയാണ് ഒരു പേപ്പറിന്. സ്ക്രൂട്ടിനി ആണെങ്കിൽ നമ്മുടെ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുവാണെങ്കിൽ 100 രൂപ ഒരു പേപ്പറിന്. നമ്മൾ എഴുതിയതിന്റെ ഒരു ഫോട്ടോ കോപ്പി നമുക്ക് അയച്ചു തരുന്നതിന് വേണ്ടി 300 രൂപയാണ് ഒരു പേപ്പറിന്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഗവൺമെന്റും അതുപോലെ എയ്ഡഡ് സ്കൂളിലെ കുട്ടികളാണെങ്കിൽ നമ്മുടെ ഫീസ് കൊണ്ടൊന്ന് അവിടെ കൊടുത്താൽ മതി വേണ്ടത്. പിന്നെ അതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി സ്കൂളിൽ തന്നെ. അൺഎയ്ഡഡിലെ കുട്ടികളാണെങ്കിൽ ട്രഷറി ചെന്നിട്ട് ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നുള്ള ഈ നമ്പറിലാണ് അവര് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടച്ച ശേഷം അതിന്റെ അതിന്റെ ഒരു റെസിപ്റ്റും എന്നിട്ട് അതിന്റെ ഒരു പ്രിന്റ് ഔട്ടും കൊണ്ട് വേണം നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ ആ ഫോമും കൂടി കേട്ടോ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ജയിച്ചോ തോറ്റോ, നമുക്കിപ്പോ ചിലർക്ക് ഇപ്പോഴും ഇതിപ്പോ ജയിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തവരുണ്ട്, ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്തവരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ +1 ഇപ്പം സയൻസിലാണെങ്കിൽ നമുക്ക് 60 ജയിക്കാൻ വേണ്ടത്, ശരിയല്ലേ? 60 18 ജയിക്കാൻ വേണ്ടത്. ഇപ്പൊ ഈ 18 കിട്ടാത്തവരാണല്ലോ നമ്മളിപ്പോ എഴുതിയവര്. ഇപ്പൊ നമുക്ക് 18 കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ 20 വിട്ട് കുട്ടി, നേരത്തെ ഇപ്പം 60 നമ്മൾ കഴിഞ്ഞ വർഷം 14 ഉള്ളായിരുന്നു, അപ്പൊ തോറ്റുണ്ട്. അപ്പൊ 20 കിട്ടിയുള്ള ഒരാള് കഴിഞ്ഞ വർഷത്തെ +2 ആണല്ലോ നമ്മൾ ലാസ്റ്റ്, അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്നത്. ഇപ്പൊ രണ്ടും എഴുതിയവരുണ്ട്. കഴിഞ്ഞ വർഷത്തെ +2 ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം റെഗുലറിന്റെ കൂടെ എഴുതിയവരുണ്ട്. ഇതിൽ ഏത് മാർക്കാണോ കൂടുതൽ ആ മാർക്കും ഇതൂടെ ചേരുമ്പോൾ നമുക്ക് 36 കിട്ടിയാൽ മതി കേട്ടോ. രണ്ടും കൂടെ ചേരുമ്പോൾ 36 മതി. ഇപ്പോൾ 60-20 കിട്ടി. അങ്ങനെയാണെങ്കിൽ +2 60 ഇനി ഒരു 16 ഉണ്ടായിരുന്നുവെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ 16 അല്ലെങ്കിൽ ഇപ്പോഴത്തെ എഴുതിയ 16 ഉണ്ടെങ്കിൽ രണ്ടുകൂടെ ചേരുമ്പോൾ 36 ആയിക്കോളും, ജയിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ ചിലർക്ക് ഇപ്പൊ 60-20 കാണത്തില്ല, ചിലപ്പോൾ 60 ഉള്ളെന്ന് വിചാരിക്കുക. 14 ഉണ്ടായിരുന്നു, 12 ഉള്ളൂ. അപ്പോൾ ഈ +2 ഇനി വരാൻ പോകുന്ന മാർക്ക് 60 ഒരു 24 വേണം, എന്നെങ്കിലും ആ കുട്ടി ജയിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴും ജയിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോഴും കണക്ക് കൂട്ടാൻ പറ്റാത്തതാണ്. +2 റിസൾട്ടുകളൊക്കെ വന്നെങ്കിലേ ചിലർക്ക് പറ്റുള്ളൂ. ചിലർക്ക് ഇപ്പോഴേ ഡബിൾ മാർക്ക് ഉള്ളവരുണ്ട് കേട്ടോ. മീൻസ് ഡബിൾ പാസ് ഉള്ളവരെ ഇപ്പൊ ഉണ്ട്. എന്നാൽ 60 10 40 35 36 37 ഒക്കെ ഉള്ളവരുണ്ട് കേട്ടോ. 60 36 ഉണ്ടെങ്കിൽ ഡബിൾ പാസ് ആയല്ലോ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുക. പലർക്കും ജയിച്ചോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ഏകദേശം ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇടാൻ, ഞാൻ മാക്സിമം നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം കിട്ടി, സന്തോഷമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വർഷം തൊട്ട് ഒരു അനലൈസ് ചെയ്യുന്നൊരു റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാം. അത് ഈ വർഷം തൊട്ടാണ് തുടങ്ങിയേക്കുന്നത്. നമ്മുടെ റിസൾട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു ഇതൂടെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതെന്തായാലും ആദ്യമായിട്ടാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ അടുത്തോളം തന്നെ വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടിയെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ചാനൽ ഫോളോ ചെയ്യുക. ഇനി ഇതിന്റെ ബാക്കിയുള്ള എന്തൊക്കെയുണ്ടോ എല്ലാം ചാനലിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങൾ എത്തിച്ചിരിക്കും. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.